ഹലോ ഗായ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റൂം ടൂറാണ്. ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ ഡോർമെട്രി റൂമിലാണ്. ബട്ട് ഞാനിവിടെ കൊറിയയിൽ വന്നപ്പോൾ ഞാനൊരു എയർബിഎൻബി ഹോട്ടൽ റൂമിലാണ് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആദ്യത്തെ 3 ദിവസത്തിനായിരുന്നു ഞാൻ ബുക്ക് ചെയ്തത്. പിന്നെ ഞാൻ വിചാരിച്ചു റൂം കണ്ടുപിടിച്ചിട്ട് അങ്ങോട്ട് മാറാം, അല്ലെങ്കിൽ ഡോർമെട്രി കിട്ടിയാൽ അങ്ങോട്ട് മാറാം. പക്ഷേ റൂമും കിട്ടിയില്ല, ഡോർമെട്രിയും കിട്ടിയില്ല. അതുകൊണ്ട് എനിക്ക് 1 വീക്ക് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വന്നു. 1 വീക്കിന് ഞാൻ പേ ചെയ്തത് 16,000 രൂപ. ഓക്കെ, അപ്പം നിങ്ങൾ വിചാരിക്കും ഇത്രയും പൈസൻ്റെ റൂം ഭയങ്കര വലുതായിരിക്കും, ഭയങ്കര നല്ലതായിരിക്കും. പക്ഷേ ഇവിടെ ഭയങ്കര എക്സ്പെൻസീവാണ് സ്റ്റേ എന്ന് പറയുന്നത്. അപ്പം ഞാൻ ആ റൂം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കാണിച്ചു തരാം. ഓക്കെ, സോ ലെറ്റ്സ് സീ. അപ്പോൾ ഇത് 3rd ഫ്ലോറാണ്. 3rd ഫ്ലോറിൽ ഈ ഒരു കബോർഡ് എന്ന് പറയുന്നത് ചെരുപ്പ് വയ്ക്കാനുള്ള സ്ഥലമാണ്. ഇത് നമ്മുടെ ഈ ഓണറിൻ്റെ ഓഫീസ്. പിന്നെ ഇവിടെയാണ് നമ്മൾ വേസ്റ്റ് കൊണ്ടുപോയിട്ടിടുക. ഇതിന് പ്ലാസ്റ്റിക്കിന്, ഫുഡ് വേസ്റ്റിനൊക്കെ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ ആ കാണുന്നത് കിച്ചൺ. അപ്പോൾ ഇതാണ് നമ്മുടെ ഹാള്. ഫസ്റ്റ് റൂം തന്നെ എൻ്റെതാണ്. ഇവിടെ നമ്മൾ ടച്ച് ചെയ്താൽ നമ്മുടെ ലോക്ക് വരും. നമ്മുടെ പാസ്വേഡ് അടിച്ചു കൊടുക്കണം. നമ്മുടെ ഡോർ തുറന്നു. ആദ്യം തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇത് മൈക്രോവേവ് അവൻ. പിന്നെ നമ്മുടെ ഫ്രിഡ്ജ് ഉണ്ട്. അത് ഫയർ എക്സ്റ്റിങ്ക്വിഷറാണ്. റൂം തുറക്കാൻ വേണ്ടി നമ്മൾ ചുമ്മാ ഇങ്ങനെ ആക്കിയാൽ മതി കേട്ടോ. അത് തുറന്നോളും. പിന്നെ ഇങ്ങനെ ജസ്റ്റ് വലിച്ചു പിടിച്ചാൽ അത് ക്ലോസ് ആവും. പിന്നെ എൻ്റെ ലഗേജ് ഉണ്ട് ഇവിടെ. എനിക്ക് 3 ലഗേജാണുള്ളത്. ഇതെൻ്റെ ലാപ്ടോപ്പ് ബാഗ്. പിന്നെ നമുക്കിവിടെ ഒരു റാക്ക് ഉണ്ട്. അതെൻ്റെ ബാഗ്, ക്യാപ്പ് മുതലായവ. പിന്നെ എൻ്റെ ബുക്സ്. ഇവിടെ എൻ്റെ മേക്കപ്പ് ആൻഡ് ആക്സസറീസ്. പിന്നെ കുറച്ച് ക്രീം, ബ്രഷൊക്കെ ഉണ്ട്. ഇതൊക്കെ എൻ്റെ ചപ്പൽ. പിന്നെ എൻ്റെ സ്ട്രെയിറ്റ്നർ ഉണ്ട്. ഇതൊരു ടേബിൾ. ഈ ടേബിളിൽ ഞാൻ ഇതൊക്കെയാണ് വയ്ക്കാറ്. ഇതെൻ്റെ മെഡിസിൻ, ഫുഡ്. പിന്നെ അതിൻ്റെ താഴെ എൻ്റെ ചപ്പൽ ഉണ്ട്. ചപ്പൽസ് വെക്കാൻ നമുക്ക് പുറത്ത് സ്ഥലമുണ്ട്, പക്ഷെ ഞാൻ വയ്ക്കാറില്ല. ഞാനിവിടെ വയ്ക്കാറ്. നമ്മുടെ ബെഡ്. ഇവിടെ നമുക്കൊരു വിൻഡോ ഉണ്ട്. വേണമെങ്കിൽ ഓപ്പൺ ചെയ്യാം. ഞാനങ്ങനെ ഓപ്പൺ ചെയ്യാറില്ല. AC. പിന്നെ ഇവിടെ നമുക്ക് കബോർഡ് ഉണ്ട് 2 അതായത് ഇങ്ങനെയൊന്നും പിന്നെ ഇങ്ങനെയൊന്നും. ഇതിൽ ഞാൻ കുറച്ച് സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അയൺ ബോക്സ്. പിന്നെ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി മുതലായവ. പിന്നെ ഇതിൽ എൻ്റെ ഡ്രസ്സ്, എനിക്ക് വീട്ടിൽ നിന്ന് ഇടാനുള്ള ഡ്രസ്സ്. പിന്നെ ഇതിലും ഡ്രസ്സ്. പിന്നെ ഇതിലും ഡ്രസ്സ്. ഇതിലെനിക്ക് ഞാനൊരു തവണ ഇട്ട ഡ്രസ്സ്, പാൻറ്റൊക്കെ. അതെൻ്റെ സെൽഫി സ്റ്റിക്കിൻ്റെ അല്ലെങ്കിൽ ട്രൈപോഡിൻ്റെ കവർ. ഇതിലെന്താണ്? ഇതിലും കുറച്ച് ഐറ്റംസ്. പിന്നെ ഇതെനിക്ക് അലക്കാനുള്ള ഡ്രസ്സ്. ഇത് ഞാൻ ഇന്ന് വാങ്ങിച്ച അരീൻ്റെ പാക്ക്. ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ കുക്ക് ചെയ്ത സാധനങ്ങൾ, പിന്നെ ഞാൻ ഇന്ന് വാങ്ങിച്ച സാധനങ്ങൾ. പിന്നെ നമുക്കിവിടെ ഒരു ബാത്റൂം ഉണ്ട്. ബാത്റൂം ഇങ്ങനെ ഓപ്പൺ ചെയ്യണം. ഈ ഷാംപൂ, കണ്ടീഷണർ ഇതെല്ലാം അവർ തന്നതാണ്. ഇവിടെ ഒരു മിറർ ഉണ്ട്. ഇത് ക്ലോസ് ചെയ്താലുണ്ടല്ലോ അവിടുത്തെ മിറർ ഇതിലൂടെ കാണാൻ പറ്റും.
അപ്പം ഞാൻ എപ്പോഴും ഇതിൻ്റെ ഉള്ളിൽ വരും പേടിച്ചു പോകും. അവിടെ നിന്ന് ആരും നോക്കുന്ന പോലെ ഉണ്ടോ? ഐ നോ ഇറ്റ്സ് ക്രേസി. അപ്പം അത്രയേ ഉള്ളൂ നമ്മുടെ റൂം. ചെറിയ റൂമാണ്, ബട്ട് ഒരാൾക്ക് കംഫർട്ടബിളായിട്ട് നിൽക്കാം. അപ്പം അത്രയേ ഉള്ളൂ നമ്മുടെ റൂം ടൂർ. ചെറിയ റൂമാണ്, ഒരാൾക്ക് നല്ലപോലെ താമസിക്കാം. പക്ഷെ ഒന്നിൽ കൂടുതൽ ആളാണെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഞാൻ പുറത്തു പോയി കാണാൻ ശ്രമിച്ച എല്ലാ റൂമും ഇതിനേക്കാളും ചെറുതാണ്. എൻ്റെ ഈ 3 ലഗേജ് വെച്ചാൽ പിന്നെ നമുക്ക് നടക്കാൻ സ്ഥലം ഉണ്ടാവില്ല, അത്രയ്ക്കും ചെറുതാണ്. ഞാൻ 2 റൂമേ കണ്ടുള്ളൂ, പക്ഷെ പിന്നെ സമയം ഉണ്ടായിരുന്നില്ല. അതന്നെ നമ്മൾ തേടി പിടിച്ച് പോകണ്ടേ, ഞാൻ ഒറ്റയ്ക്കായിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഞാൻ എടുക്കുന്നത് ഡോർമെട്രിയിലോട്ട് മാറിയതിൻ്റെ ശേഷമാണ്. ആദ്യം ഞാൻ എയർബിഎൻബിയിൽ 2 വീക്സ് നിൽക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. 2 വീക്സിൻ്റെ ഉള്ളിൽ വേറൊരു റൂം കണ്ടുപിടിച്ചിട്ട് അങ്ങോട്ട് മാറണമെന്ന്. പക്ഷേ ആദ്യത്തെ 1 വീക്കിൻ്റെ ഉള്ളിൽ എനിക്ക് ഡോർമെട്രി കൺഫേം ആയി. അപ്പം ഞാൻ വിചാരിച്ചു ഡോർമെട്രിയിലോട്ട് മാറാം. വേറെ റൂമിൽ നിൽക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത് നമുക്ക് കുക്ക് ചെയ്യാനൊക്കെ. പക്ഷേ അങ്ങനെ ഒരു റൂം കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റാത്ത കാരണം ഞാൻ വിചാരിച്ചു ഈ ഒരു സെമസ്റ്റർ ഡോർമെട്രിയിൽ നിന്നിട്ട് പിന്നെ അടുത്ത സെമസ്റ്റർ വേറെ റൂമിലോട്ട് മാറാമെന്ന്. അപ്പോൾ ആ ഒരു ഹോട്ടൽ ഭയങ്കര, ഞാൻ പറയുകയാണെങ്കിൽ ചെറിയ റൂമായിരുന്നെങ്കിലും അവിടുത്തെ സൗകര്യങ്ങളൊക്കെ നല്ലതായിരുന്നു. നമ്മുടെ റൂമിൽ മൈക്രോവേവ് അവൻ, പിന്നെ ഫ്രിഡ്ജ്, ഒരു ഹെയർ ഡ്രയർ തന്നിട്ടുണ്ടായിരുന്നു, ഷാംപൂ, കണ്ടീഷണർ, ബോഡി വാഷ്, അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. AC ഉണ്ടായിരുന്നു, നമുക്കിത് മാത്രമായിട്ട് വൈഫൈ ഉണ്ടായിരുന്നു, അങ്ങനത്തെ ഗുണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കിച്ചൺ ഉണ്ടായിരുന്നു, നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ബട്ട് അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും അത് എക്സ്പെൻസീവ്. പിന്നെ എല്ലാം ബിസിനസ് അല്ലേ. പിന്നെ ഞാൻ 5th ഫ്ലോറിലാണ് ഈ ഒരു റൂം ഉണ്ടായിരുന്നത്. ലിഫ്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ ലഗേജ് മൊത്തം താഴത്തുനിന്ന് മേലോട്ട് കയറ്റാൻ ഞാൻ കുറച്ച് ബുദ്ധിമുട്ടി. എനിക്ക് 3 ലഗേജ് ഉണ്ടായിരുന്നു. ബട്ട് ആ ഓണർ ഭയങ്കര കൈൻഡ് ആൻഡ് നല്ലൊരു സ്ത്രീയായിരുന്നു. അവരെന്നെ ഹെൽപ്പ് ചെയ്തു ലഗേജ് കയറ്റാനും പിന്നെ ഡോർമെട്രിയിലോട്ട് മാറിയപ്പോൾ ലഗേജ് ഇറക്കാനും ഒക്കെ അവരെ ഹെൽപ്പ് ചെയ്തു. അപ്പോൾ മൊത്തത്തിൽ ഇവിടുത്തെ ആളുകൾ എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. ഇപ്പം ഞാൻ ഡോർമെട്രിയിലാണ്. ഇവിടേക്ക് മാറിയിട്ട് ഇപ്പോൾ ഒരു 1 വീക്കായി എന്ന് തോന്നുന്നു. 1 വീക്കായില്ല, 4 days 5 days, യെസ്. നിങ്ങൾക്ക് ഡോർമെട്രി കാണണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, ഞാനൊരു വീഡിയോ ഇടാം. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഇടുള്ളൂ കേട്ടോ. ലൈക്ക് ഞാൻ ഓൾറെഡി ഒരു റൂം ടൂർ ഇട്ടു, പിന്നെ വേറൊരു റൂം ടൂർ. സോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ ഡോർമെട്രി എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം. സോ ഇന്നത്തെ വീഡിയോയിൽ അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.